കോട്ടയം ജില്ലയിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം ഉപരാഷ്ട്രപതി വരികയാണ്. ഉപരാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ നാളെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നാളെ ഉച്ച കഴിഞ്ഞ് 2:30 കോട്ടയത്തെ മാമൻ മാപ്പിള ഹാളിൽ വെച്ച് ദീപിക ദിനപത്രത്തിൻ്റെ 140ാമത് ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കുന്നത്. ഉപരാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ട കോട്ടയം ജില്ലയിൽ നാളെ വലിയ രീതിയിലുള്ള ഗതാഗത ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ മുതൽ തന്നെ ഈ ഒരു ഗതാഗത നിയന്ത്രണം കോട്ടയം ജില്ലയിൽ ഉണ്ട്. അതിൻ്റെ പല റൂട്ടുകൾ തിരിച്ചാണ് ഇപ്പോൾ വാഹനങ്ങൾ ഉൾപ്പെടെ നാളെ കടന്നു പോകണമെന്ന് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഉപരാഷ്ട്രപതിയെ കൂടാതെ കേരളത്തിൻ്റെ ഗവർണർ നാളെ കോട്ടയത്ത് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ നാളെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 മുതലാണ് മാമൻ മാപ്പിള ഹാളിൽ വെച്ച് ഈ ഒരു പരിപാടികൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ തന്നെ ഈ ഒരു ഉപരാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഇതിൻ്റെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും നടന്നു വരികയാണ്. ഇന്നലെ അർദ്ധരാത്രി മുതൽ കോട്ടയം ജില്ലയുടെ ഈ വരുന്ന MC റോഡിൻ്റെ ഭാഗങ്ങളിലെല്ലാം തന്നെ ബാരിക്കേഡുകളും അതുപോലെ തന്നെ സ്റ്റീൽ കമ്പികൾ ഉപയോഗിച്ചുള്ള ബാരിക്കേഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ആളുകൾക്ക് ഈ ഉപരാഷ്ട്രപതി കടന്നു വരുന്ന ഭാഗത്ത് വാഹനങ്ങൾ വരാതിരിക്കാനും അതുപോലെ തന്നെ റോഡ് സൈഡുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാനും ആളുകൾ കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബാരിക്കേഡുകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത്. നാളെ രാവിലെ മുതൽ തന്നെ കർശന നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിരവധി വാഹനങ്ങളാണ് ഈ ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കാനായി അല്ലെങ്കിൽ എസ്കോർട്ടിനായി പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെ വാഹനങ്ങൾ ഇന്നുൾപ്പെടെ ഇതിൻ്റെ റൂട്ട് മാർച്ചുകളും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ ഇന്നിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രോണുകൾ പറത്തുന്നതിനും ഹെലികോപ്റ്ററുകൾ പറത്തുന്നതിനും ഇപ്പോൾ നിയന്ത്രണം ഇന്നിപ്പോൾ ഉത്തരവ് വന്നിട്ടുണ്ട്. അതിനുള്ള നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉപരാഷ്ട്രപതി കോട്ടയത്തേക്ക് എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കർശന നിയന്ത്രണങ്ങളാണ് കോട്ടയം നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്.